ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ 5.95 കോടി രൂപയുടെ ജിഡ ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒരു വർഷം മുമ്പ് കഴിഞ്ഞതാണെങ്കിലും പ്രവർത്തനം സജ്ജമായിരുന്നില്ല. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി ജൂലൈ 1 തീയതി രാവിലെ 9 മണി മുതൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, വൈസ് പ്രസിഡന്റ് സാജിദ് KA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോണോ മാസ്റ്റർ, ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സുബോധ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഗസ്റ്റിൻ മണ്ടോത്ത്, ഷിൽഡ റിബേറ, വാർഡ് മെമ്പർ ചെറിയാൻ വാളൂരാൻ, MK വിമല, മറ്റു HMC മെമ്പർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നിങ്ങളുടെ നേരത്തെ വരുന്ന ആളുകൾ എല്ലാവർക്കും നമസ്കാരം. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നാണ് ഞാറക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ജിഡ കെട്ടിടത്തിലേക്ക് മാറി ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് നാളായി ജനങ്ങളും ഇവിടുത്തെ സ്റ്റാഫും ബുദ്ധിമുട്ടുന്നത്. അതിനൊരു പരിഹാരമായിട്ട് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് വരണം. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ ഓരോ വർഷവും ആരോഗ്യ മേഖലയിൽ ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് അടുത്തുള്ള ഫണ്ടാണ് നീക്കിവെക്കുന്നത്. മരുന്ന് വാങ്ങുന്നതിന് മാത്രം 30 ലക്ഷം രൂപയാണ് ഒരു വർഷം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ മെഡിസിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇത് കൂടാതെ 6 ലക്ഷം രൂപ കരള് ഡയാലിസിസ്, അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ പേഷ്യൻസിന് ഈ ആശുപത്രിയിൽ നിന്നും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നു. വയോജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത്. ഇനിയും ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിലവിൽ ചില ഡോക്ടർമാരുടെ കുറവുകൾ നമ്മൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ 3 ആശുപത്രികളിലും ഇപ്പോൾ ഡോക്ടർമാരെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഓരോരുത്തരെ വീതം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ പുതിയ കെട്ടിടത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുൻ MLA ശർമ്മ ഇരിക്കുന്ന സമയത്താണ് ജിഡ 5 കോടി രൂപ ഈ കെട്ടിടത്തിന് വേണ്ടി അനുവദിച്ചത്. അന്നാണ് തറക്കല്ലിട്ടത്. ഇതിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ചു കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞ ഡിസംബറിലാണ് നടന്നത്. എന്നിട്ടും ഈ കെട്ടിടത്തിലേക്കും മാറുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. കറണ്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതെല്ലാം ലഭിച്ച് ഇന്ന് ഈ ജൂലൈ മാസം 1 തീയതി വളരെ സന്തോഷത്തോടു കൂടി രോഗികൾക്ക് ഏറെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടുന്ന് ചികിത്സ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. ആ സംരംഭത്തിൽ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ അഭിനന്ദിക്കുകയാണ്. നമുക്കൊരു ദിവസം ഒരു 400-500 പേരെങ്കിലും ഈ ആശുപത്രികളിൽ നിന്ന് സേവനം കൊടുക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചിട്ട് മാറാൻ ഇതൊരു തുടക്കമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നത്. സന്തോഷമുണ്ട്. വൈപ്പിൻ ജനതയുടെ ഒരു അഭിലാഷമാണ് ഇന്ന് പൂർത്തീകരിച്ചത്. ഒട്ടേറെ കടമ്പകൾ താണ്ടിയാണ് നമ്മളിന്ന് നമ്മുടെ ജനതയ്ക്കായി ഇത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഭരണസമിതി എല്ലാവരും ജനങ്ങൾക്കൊപ്പം നിന്ന് ചെയ്യണമെന്നാണ് പ്രതീക്ഷിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്, ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ദിനം കൂടിയാണിത്. ആ ദിനത്തിൽ എല്ലാവരോടൊപ്പം സന്തോഷം പങ്കുവെക്കുന്നു. ആശംസ. വൈപ്പിൻ ബ്ലോക്കിനെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിനമാണ്. ജിഡയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 6 കോടി രൂപ മുടക്കി ഞാറക്കൽ താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കുകയും അതിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ജനങ്ങൾക്കായി
തുറന്നതെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം ഇന്ന് ജൂലൈ 1-ാം തീയതി ആരംഭിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി തീരദേശ മേഖലയിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി, വൈപ്പിൻ നിവാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഈ താലൂക്ക് ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മറ്റുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ 1000 നന്ദികൾ അർപ്പിക്കുകയാണ്. ഞാറക്കൽ താലൂക്ക് ആശുപത്രി ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സേവനം കൊടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയതിനു ശേഷം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അങ്ങനെ തന്നെ ആവണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സംബന്ധിച്ച് നോക്കുമ്പോൾ രോഗികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. പഴയ കെട്ടിടത്തിൽ പല പല സ്ഥലങ്ങളിലേക്കായിട്ട് ആളുകൾ ഇപ്പം മരുന്നിന് വേറെ സ്ഥലം പോകേണ്ടി വരും, അതുപോലെ തന്നെ ഒപ്പിച്ചിട്ടെടുക്കാൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, ഇരിക്കാൻ സൗകര്യങ്ങളില്ല. ഇതെല്ലാം മാറിക്കൊണ്ട് എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ഇപ്പം വന്നിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാം. ഓരോ ടോക്കൺ അനുസരിച്ച് മാത്രം പോയാൽ മതിയാവും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒരു രോഗമായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്നെന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദന്തൽ വിഭാഗം വേറെ സ്ഥലത്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതെല്ലാം നമുക്കിപ്പോൾ ഒറ്റ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ലാബ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയാണ്. അപ്പം രോഗികൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇത് വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ സംഭവം. ഞങ്ങളെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. കാരണം രോഗികൾക്ക് ഏറ്റവും അടുത്ത ചികിത്സ ലഭിക്കുന്നു. നമുക്കറിയാം ഇപ്പം പകർച്ചവ്യാധികളുടെ കാലഘട്ടമാണ്. അപ്പം അത്തരം കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രതിരോധ നടപടികൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം കൂടിയുണ്ട്. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഒരു അതുപോലെ തന്നെ MLA എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്കറിയാം ഈ ഒരു MP യുടെയൊക്കെ സഹകരണത്തോടെ ഈ കെട്ടിടം യാഥാർത്ഥ്യമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി സജീവമായ രംഗത്ത് ഇടപെടുന്ന സംഘടന കേരള വിദ്യാഭ്യാസം. അപ്പോൾ 2010 ഞങ്ങൾ കൊടുത്ത നിവേദനം തുടർന്നാണ് 10 കോടി അങ്ങ് ആവശ്യപ്പെട്ടില്ല പുതിയ ബിൽഡിംഗ് പണിയാൻ. അങ്ങനെ MLA അന്ന് MLA സ്വതന്ത്രമാണ്. അങ്ങനെ കൊണ്ട് നിവേദനം കൊടുത്തപ്പോൾ പുള്ളി അത് എഴുതി സമ്മതിച്ച് അടുത്ത ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ 5 കോടി അനുവദിച്ചു. അതാണ് സ്വാഗതാർഹം. 5 കോടി അനുസരിച്ച് 2015 ഫണ്ടും കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യാനില്ല. അങ്ങനെ ഒന്ന് കേസ് ഫയൽ ചെയ്തു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഫയൽ ചെയ്തപ്പോഴാണ് പിന്നെ ആ ഫയൽ ഇവിടെ വന്നു. അതൊരു ഫയൽ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഫയൽ വന്ന് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വിളിച്ചു വെച്ച് റിപ്പോർട്ട് മേടിച്ചു കമ്മീഷൻ. അങ്ങനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബിൽഡിംഗ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇത് ഇപ്പോഴും നടക്കില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടേഴ്സില്ല. താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു 20 ഡോക്ടർമാർ കുറഞ്ഞത് വേണം താലൂക്കിൽ. ഇവിടെ ഇപ്പോൾ ഒരാളാണ് കൊടുക്കുന്നത്. ശരിയാവും. ഈ LDF ഗവൺമെൻറ്റാണ് താലൂക്കാക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ ഇപ്പം ഭരണഘടനയിലല്ലേ ഒരു ഡോക്ടേഴ്സിനെ ഇതൊക്കെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. 20 ഞാൻ 2015 ഞാൻ ആദ്യമായി ഈ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടായിട്ട് ചാർജ് എടുത്തത്. 4 വർഷത്തിന് ശേഷം ഞാൻ ട്രാൻസ്ഫർ ആയി പുറത്തേക്ക് പോയിരുന്നു. ഞാനൊരു വർഷം മുമ്പ് വീണ്ടും ഈ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് തിരിച്ചു വന്നതിൻ്റെ പുറകിൽ ഞാൻ ആദ്യം തുടങ്ങി വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഈ പുതിയ കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിൻ്റെ അത് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്ത സ്ത്രീകളുടെ വാർഡും ഡൈവറും അതിനെല്ലാം കാര്യങ്ങളും ശരിക്കും കുറച്ചും കൂടിയൊക്കെ ചെയ്യാനുള്ളത് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് തിരിച്ചു വന്നത്. അപ്പോൾ ആദ്യം
പുരുഷോത്തമൻ MK ആണ് നമുക്കത്. ഞാൻ 2015 വരുമ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ടായിരുന്നു പാസ്സായിട്ട്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതിന് ശേഷം അതിനുവേണ്ടി ഞാൻ ശർമ്മ സാറിനെ, അന്ന് MLA ശർമ്മ സാറിനെ സമീപിക്കും. പലതവണ ഞാൻ സാറിനെ കൂട്ടി പോയി കണ്ടു. അങ്ങനെ സാർ HMCയിൽ വന്നു, തീരുമാനമെടുത്തു, PWDക്ക് വർക്ക് കൊടുക്കാനുള്ള തീരുമാനമായി. അങ്ങനെ അതിൻ്റെ പുറകിൽ ഒത്തിരി പ്രാവശ്യം ശർമ്മ സാറിനെ ഞാൻ അന്ന് PWDയുടെ AXC ആയിരുന്ന സുജമാല് പോയി കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ ജില്ലയിൽ ഒത്തിരി പ്രാവശ്യം മീറ്റിങ്ങുകൾ നടത്തി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരെയും കിട്ടിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലായത്. അതുപോലെ പുതിയ കെട്ടിടം, പുതിയ സ്ത്രീകളുടെ വാർഡും ഗ്രൂപ്പും കൂടെ ഉള്ളത്. ഞാനിതുപോലെ തന്നെ ആദ്യം ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ DHSയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഞാറക്കൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അന്നത്തെ ദുരിതാവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോൾ DHSക്ക് പ്രത്യേകം അനുവദിച്ചെന്നാണ് അതുകൊണ്ട് അതിൻ്റെ പുറകിൽ ഒത്തിരി ഓടിയിട്ടാണ് ആ നമുക്ക് അനുവദിച്ചിട്ട്. നമ്മളുടെ ഒപ്പം തന്നെ കോട്ടുകുടിശ്ശി, മൂവാറ്റുപുഴ, താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ഈ ആദ്രം പ്ലാൻ ഫണ്ട് വെച്ചിരുന്നെങ്കിൽ അവർക്കൊന്നും കിട്ടിയില്ല. നമ്മൾക്ക് മാത്രമേ ഉള്ളൂടെ ബിൽഡിങ്. പക്ഷേ ഞാനതിന് ശേഷം ഈ ബിൽഡിംഗ് എല്ലാം പണിത് കഴിഞ്ഞിട്ടും ഈ പുതിയ വാർഡ് ഇവിടുത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നപ്പോൾ കണ്ട അവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ ഒരു 4 മണിയായപ്പോൾ ഇവിടെ എത്തി. കുറച്ച് പട്ടികൾ വാങ്ങുകയും ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഇവിടെ ട്രാൻസ്ഫർ വെച്ചു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം പേഷ്യൻസിനെ കിടത്താൻ തുടങ്ങി. ഒരു 10-25 പേഷ്യൻസ് വാങ്ങി കിടക്കുന്നുണ്ട്. അതിന് രാത്രി ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ട്, ഇത്രയും ക്ലിനിക്കുകളുണ്ട്, ഇത്രയും സ്റ്റാഫുണ്ട്, എന്നിട്ട് നമ്മളുടെ ജനങ്ങൾക്കൊരു അതുകൊണ്ടൊരു ഉപകാരമില്ലെന്ന് വെച്ചാൽ പിന്നെ കാര്യം. അതുകൊണ്ട് ഞാൻ രാത്രി 2 ഡോക്ടേഴ്സിനെ എങ്കിലും വെച്ചിട്ട് നമുക്ക് 24 മണിക്കൂറും ആശുപത്രിയുടെ സേവനം കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ പ്രസിഡൻറ്റിനെ, ബ്ലോക്ക് പ്രസിഡൻറ്റിനെ, DMOയും NHM DPMനെയൊക്കെ അറിയിക്കുകയും അതിന് പ്രകാരം നമുക്ക് ബ്ലോക്കിൽ നിന്ന് ഒരു ഡോക്ടറെയും NHM വഴി ഒരു ഡോക്ടറെയും വെച്ച് നമുക്ക് രാത്രി ഫുൾ ടൈം ഡോക്ടറുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറും ഈ രോഗികൾക്ക് സേവനം കൊടുക്കുന്ന ഈ വൈപ്പിൻ ദ്വീപിലെ ഏക ഗവൺമെൻറ് ആശുപത്രിയാണ് ഞങ്ങളുടെ താലൂക്ക് ആശുപത്രി. അപ്പോൾ നമുക്ക് കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് വന്നുള്ളത് അധികം വൈകാതെ കഴിഞ്ഞാൽ അതെല്ലാം പരിഹരിക്കും. നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അതും വളരെ സന്തോഷമുണ്ടായിരുന്നു പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ 2 ഡോക്ടേഴ്സ് വരാനുണ്ട്. ഡോക്ടർ 1 വർഷത്തെ ലീവിൽ പോയിരിക്കുകയാണ്. അതുപോലെ ഒരു ഡോക്ടറെ വിളിച്ച് തരും. അതുപോലെ തന്നെ ഒരു ഡോക്ടർ സൗദിയിൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്, ഹജ്ജ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ആ ഡോക്ടർ ഈ ആഴ്ച തന്നെ തിരിച്ചെത്തും. അതോടെ നമുക്ക് ഫുൾ ഫ്ലെഡ്ജഡായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 4 വർഷം സേവനം